സിപിഎം തൃശൂർ നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണവുമായി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി ശരത് പ്രസാദ്. എസ് സി മൊയ്തീൻ, എം കെ കണ്ണൻ തുടങ്ങിയവർക്കെതിരെയാണ് ആരോപണം. ശബ്ദ സന്ദേശം വിവാദമായതിന് പിന്നാലെ മലക്കം മറിഞ്ഞ ശരത് പ്രസാദ് സംഭവത്തിൽ ഗൂഢാലോചന ആരോപിച്ചു. ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആദായനികുതി വകുപ്പിലും വിജിലൻസിലും പരാതി നൽകി. ആളാണ് ഇന്ന് കാണുന്ന അയാൾക്ക് ചുരുങ്ങിയത് കോടാനോടി പറഞ്ഞ ജില്ലയിലത്തെ വലിയ വലിയ അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെ. സിപിഎമ്മിലെ ഉന്നത നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നതാണ് ശരത് പ്രസാദിന്റെ സംഭാഷണം. കപ്പലണ്ടി വിറ്റ് നടന്ന എം കെ കണ്ണൻ കോടിപതിയായെന്നും എ സി മൊയ്തീന് ടോപ്പ് ക്ലാസുമായാണ് ഡീലിംഗ് എന്നും ശരത് പറയുന്നു. വടക്കാഞ്ചേരി എം.എൽ.എ. സേവ്യർ ചിറ്റിലപ്പള്ളിയുടെ പേരും പുതുക്കാട് എം.എൽ.എ. കെ രാമചന്ദ്രന്റെ പേരും സംഭാഷണത്തിൽ വരുന്നുണ്ട്. ആരോപണം സിപിഎം തള്ളി. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയ ഒരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതലൊരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. പിന്നെന്താ എന്റെ പ്രശ്നം? സിപിഎം അനധികൃതമായി പണം സമ്പാദിക്കുന്നതിൽ യുവനേതാക്കൾക്ക് എതിർപ്പുണ്ടെന്ന് അനിലക്കര. തൃശൂർ ജില്ലയിലെ സിപിഎം നേതാക്കന്മാരുടെ അവിഹിത സമ്പാദ്യം പാർട്ടിയിലെ ഒരു തലമുറ അല്ലെങ്കിൽ ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല എന്നതിന്റെ കൂടി തെളിവാണ്. സംഭവത്തിൽ ബിജെപിയും സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടു. ഇതിനിടെ മണ്ണുത്തി ഏരിയ കമ്മിറ്റിക്ക് കീഴിലുള്ള സഹകരണ സംഘങ്ങളിൽ അഴിമതിയുണ്ടെന്നാരോപിച്ച നിബിൻ ശ്രീനിവാസിനെ സിപിഎം നടത്തറ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിൽ നിന്നും പുറത്താക്കി. മീഡിയ 1 തൃശൂർ.